First one, application layer protocol not present. Detail ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ആദ്യമായിട്ട് പറയുന്നത് ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾ നോട്ട് പ്രസൻ്റ് ആണ്. IETF RFC 7228 devices defined as class 0 send or receive only a few bytes of data. നമ്മൾ നേരത്തെ പറയുന്നത് കൺസ്ട്രെയിൻഡ് ഡിവൈസ് അല്ലെങ്കിൽ കൺസ്ട്രെയിൻ നോട്ട്സിനെ ഡിഫറെൻറ്റ് ക്ലാസ് ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ക്ലാസ് 0, ക്ലാസ് 1, ക്ലാസ് 2. അപ്പോൾ ഈ ക്ലാസ് 0യിൽ യൂസ് ചെയ്യുന്ന ഡിവൈസാണ്, ക്ലാസ് 0 ഡിവൈസാണ് RFC 7228 ഡിവൈസസ്. ഇവിടെ എന്താണ്, ഒരു സ്മാൾ ബൈറ്റ് ഓഫ് ഡേറ്റ ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്നത്. വളരെ ചെറിയൊരു എമൗണ്ട് ഓഫ് ഡേറ്റ ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. Because of different reasons such as processing capability, power constraints and cost, the device do not implement a fully structured network protocol stack such as IP, TCP or UDP, or even an application layer protocol. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ടൈപ്പ് ഡിവൈസ് ഇതെന്താണ്, ഒരു ഫുള്ളി സ്ട്രക്ചേർഡ് നെറ്റ്വർക്ക് പ്രോട്ടോകോൾ സ്റ്റാക്ക് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കാരണങ്ങൾ ഇതാണ്. എന്താണ്, പ്രോസസ്സിംഗ് കപ്പാസിറ്റി ലോ കപ്പാസിറ്റിയാണ്, അതുപോലെ പവർ കൺസ്ട്രെയിൻസ്, കോസ്റ്റ്, ഇതൊക്കെ കാരണം എന്താണ് ഈ ഒരു ഡിവൈസ് ഒരു ഫുള്ളി സ്ട്രക്ചേർഡ് നെറ്റ്വർക്ക് പ്രോട്ടോകോൾ സ്റ്റാക്ക് യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു ക്ലാസ് 0 ഡിവൈസ്, ദീസ് ആർ യൂഷ്വലി സിമ്പിൾ സ്മാർട്ട് ഓബ്ജക്ട്സ് ദാറ്റ് ആർ സിവിയർലി കൺസ്ട്രെയിൻഡ്. Implement a robust protocol stack is usually not useful and sometimes not even possible with the limited available resources. ഈ ഒരു ക്ലാസ് 0 ലിമിറ്റഡ് ആയിട്ടുള്ള എന്താണ് പവർ കപ്പാസിറ്റിയുള്ള അല്ലെങ്കിൽ ലിമിറ്റഡ് സ്റ്റോറേജ് കപ്പാസിറ്റിയുള്ള ഡിവൈസാണ്. അപ്പോൾ ഈ ഒരു ഇവിടെ എന്താണ്, ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രോട്ടോകോൾ സ്റ്റാക്ക് ഒരിക്കലും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഒരിക്കലും യൂസ്ഫുൾ ആവുന്നില്ല. കാരണം ഇവിടെ ചെറിയൊരു ഡേറ്റയാണ്, സ്മാൾ എമൗണ്ട് ഓഫ് ഡേറ്റയാണ് ഇവിടെ പാസ് ചെയ്യുന്നത്. അതുപോലെ ഇവിടുത്തെ റിസോഴ്സിൻ്റെയും അവൈലബിലിറ്റീസ് വളരെ കുറവാണ്, ലിമിറ്റഡ് റിസോഴ്സ് അവൈലബിലിറ്റിയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി സെൻസർ, ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി, ലോ ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി സെൻസ് ചെയ്യുന്ന ഒരു ഡിവൈസ്. ദീസ് സെൻസേഴ്സ് സെൻഡിങ് ഡേറ്റ ഓവർ ആൻ LPW LORAWAN ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ ഈ ഒരു ഡിവൈസിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി സെൻസ് ചെയ്യുന്ന ഒരു ഡിവൈസ്. ഒരു ചെറിയ എമൗണ്ട് ഓഫ് ഡേറ്റയാണ് ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഈ ഒരു ടെമ്പറേച്ചർ അതൊരു 2 ബൈറ്റ് ഓഫ് ഡേറ്റയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതുപോലെ ഒരു ഹ്യൂമിഡിറ്റി എന്നുള്ള അതും ഒരു 2 ബൈറ്റ് ഡേറ്റാസാണ് അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ടോട്ടൽ ഒരു 4 ബൈറ്റ് ഡേറ്റാസാണ് അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഡേറ്റ പേലോഡ് എന്നുള്ളത് വളരെ കുറവാണ്. ഇറ്റ് ഈസ് ഡയറക്ട്ലി ട്രാൻസ്പോർട്ട് ഓൺ ടോപ്പ് ഓഫ് ദി LORAWAN MAC layer without the use of TCP. അപ്പോൾ ഇവിടെ ഒരു TCP IP അല്ലെങ്കിൽ UDP അങ്ങനെയുള്ള പ്രോട്ടോകോൾസിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു LORAWAN MAC ലെയറിൽ ഡയറക്റ്റ് അതിൻ്റെ ടോപ്പിൽ ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാണ്. ഇപ്പോൾ ഈ ഒരു കൺസ്ട്രെയിൻഡ് ഡിവൈസ് സെൻസേഴ്സ് ആക്ടിവേറ്റേഴ്സ് ഇതിൽ നിന്നൊരു ആപ്ലിക്കേഷൻ ലെയർ, ഡയറക്റ്റ് ഒരു ആപ്ലിക്കേഷൻ ലെയർ ഇല്ല, ഡയറക്റ്റ് ആയിട്ടാണ് ഒരു ഡിപ്ലോയ്മെൻറ്റ് ചെയ്തേക്കുന്നത്. ആ ഒരു ഈ ഒരു സെൻസ് ആക്ടിവേറ്റേഴ്സിൽ ഈ ഒരു ഇംപ്ലിമെൻറ്റേഷൻ അതിൻ്റെ ടോപ്പ് ലെയറിൽ ഡയറക്റ്റ് ആയിട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോമാറ്റ് ഇല്ല, ഈ ഒരു ട്രാൻസ്പോർട്ട് മെത്തേഡിന് സ്റ്റാൻഡേർഡൈസ്ഡ് ഫോമാറ്റ് ഇല്ല. അപ്പോൾ പല വെൻഡേഴ്സ് യൂസ് ചെയ്യുന്ന പല ടൈപ്പ് ഡിവൈസ് ആവാം. This lack of transport standardization makes it difficult for generic implementation of this transport method to be successful from an interoperability perspective. അപ്പോൾ ഒരു പലയിടത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡിവൈസ് പല സ്റ്റാൻഡേർഡ് ഫോമാറ്റ്, ഒരു ജനറൽ സ്റ്റാൻഡേർഡ് ഫോമാറ്റിലല്ല. അപ്പോൾ ഒരു ജനറൽ ആയിട്ടുള്ളൊരു ഇംപ്ലിമെൻറ്റേഷൻ എന്നുള്ളത് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കേസാണ്. ഈ ഒരു ഡിവൈസിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ആണ് പല സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യുന്നത്. പല ഡിവൈസ് ഒരു 4 സെൻസേഴ്സ് യൂസ് ചെയ്യുന്നത് 4 ടൈപ്പ് ഫോമാറ്റിലായിരിക്കും ആ ഡേറ്റാസിനെ അക്സെപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ റിസീവ് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ജനറൽ ഫോമാറ്റില്ല, അതൊരു ഡിഫിക്കൽട്ടാണ്. ഒരു എക്സാമ്പിൾ പറയാം, കൺസിഡർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടെമ്പറേച്ചർ സെൻസേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് മാനുഫാക്ചേഴ്സ്. ദീസ് സെൻസേഴ്സ് വിൽ റിപ്പോർട്ട് ടെമ്പറേച്ചർ ഡേറ്റ ഇൻ വേരിയിങ് ഫോമാറ്റ്സ്. അപ്പോൾ പല ടൈപ്പ് ടെമ്പറേച്ചർ സെൻസേഴ്സ്, പല വെൻഡേഴ്സിൻ്റെ പല ടൈപ്പ് ടെമ്പറേച്ചർ സെൻസേഴ്സ്, അത് ഓരോന്നും ഓരോ ടൈപ്പിലായിരിക്കും ആ ടെമ്പറേച്ചർ ഡേറ്റയെ റിസീവ് ചെയ്യുന്നത്, അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്.
A temperature value will always be present in the data transmitted by each sensor, but decoding this data will be vendor specific. അപ്പോൾ ഓരോ സെൻസറും ആ ടെമ്പറേച്ചറിനെ എന്താണ് അവിടുത്തെ ടെമ്പറേച്ചറിനെ റീഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ് അതിനെ ഡീകോഡ് ചെയ്യാം. പക്ഷേ അത് ഓരോന്നും വെണ്ടർ അതിൻ്റെ എന്താണ് കൺസ്ട്രക്ടർ അത് കൺസ്ട്രക്ട് ചെയ്യുക അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന വെണ്ടറിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കും ആ ഡേറ്റയെ ഡീകോഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു എന്താണ് ഈ സെൻസേഴ്സ് അതിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. ഒരു ഹൺഡ്രഡ്സ് അല്ലെങ്കിൽ തൗസൻഡ്സ് ഓഫ് സെൻസേഴ്സ് യൂസ് ചെയ്യുകയാണ്. ആ കേസിൽ വലിയൊരു പ്രോബ്ലമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓരോയിടത്തു നിന്നുള്ള ടെമ്പറേച്ചർ റീഡ് ചെയ്യുന്നതും ഓരോ രീതിയിലായിരിക്കും ആ ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ. The problem of allowing various applications to receive and interpret temperature values delivered in different formats becomes increasingly complex. ഓരോടത്തെയും എന്താണ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഡേറ്റ പല ഫോമാറ്റിൽ ഓരോ ഫോമാറ്റിലായിരിക്കും. ഓരോ ആപ്ലിക്കേഷനിലും ഓരോ ഫോമാറ്റിൽ ഡേറ്റ അതിനെ ഐഡൻറ്റിഫൈ എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിനൊരു സൊല്യൂഷനായിട്ട് ഈ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് IoTയിൽ ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് എ ഡേറ്റ ബ്രോക്കർ. അതിനെ പറയുന്നതാണ് ഡേറ്റ ബ്രോക്കർ. ആൻഡ് IoT ഡേറ്റ ബ്രോക്കർ ഈസ് എ പീസ് ഓഫ് മിഡിൽവെയർ ദാറ്റ് സ്റ്റാൻഡേർഡൈസസ് സെൻസർ ഔട്ട്പുട്ട് ഇൻ ടു എ കോമൺ ഫോമാറ്റ് ദാറ്റ് ക്യാൻ ദെൻ ബി റിട്രീവ്ഡ് ബൈ ഓതറൈസ്ഡ് ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഡേറ്റ ബ്രോക്കർ എന്നുള്ള ഈ ഒരു എന്താണ് സെൻസറിനും ആപ്ലിക്കേഷനും ഇടയ്ക്കുള്ളൊരു മിഡിൽവെയർ ആണ്. അത് ഈ ആക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്ന ഡേറ്റാസിനെ ഒരു സ്റ്റാൻഡേർഡ് ഫോമാറ്റിലോട്ട് മാറ്റുകയാണ്. ഈ സെൻസറിൻ്റെ ഔട്ട്പുട്ടിനെ ഒരു സ്റ്റാൻഡേർഡ് ഫോമാറ്റിലോട്ട് അല്ലെങ്കിൽ ഒരു കോമൺ ഫോമാറ്റിലോട്ട് മാറ്റിയിട്ട് ഇതായിരിക്കും ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഫിഗറാണ് ഈ കാണിച്ചേക്കുന്നത്. നോക്കുക, ഈ ഒരു മിഡിൽവെയർ ആണ്. ഇതാണ് IoT ഡേറ്റ ബ്രോക്കർ. ഇപ്പോൾ ഡിഫറെൻറ്റ് സെൻസേഴ്സ്, സെൻസർ എക്സ്, സെൻസർ വൈ, സെൻസർ ഇസഡ്, ഇതെല്ലാം ഡേറ്റാസിനെ റീഡ് ചെയ്യുന്നു. ഇവിടെ 3 സെൻസറാണ്, സെൻസർ എക്സ്, വൈ, ഇസഡ്. ഇതെല്ലാം ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ സെൻസ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണ് ഇതിൻ്റെ ഔട്ട്പുട്ട് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും എൻകോഡ് ചെയ്തേക്കുന്നത്. ഓരോന്നിൻ്റെ ഔട്ട്പുട്ട് ഓരോ രീതിയിലായിരിക്കും എൻകോഡ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു IoT ഡേറ്റ ബ്രോക്കർ ഈ ഒരു ഡിഫറെൻറ്റ് ഫോമാറ്റ്സിനെ ഈ വന്നേക്കുന്ന ഡേറ്റാസിനെ അല്ലെങ്കിൽ ഈ ഒരു ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ ഡേറ്റാസിനെ എന്താണ് ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണ് ഈ ഒരു ഡേറ്റ ഒരു കോമൺ ഫോമാറ്റിലോട്ട് ഡീകോഡ് ചെയ്യും. ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ ഡേറ്റാസിനെ ഒരു കോമൺ ഫോമാറ്റിലോട്ട് ഡീകോഡ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണ് ഈ കോമൺ ഫോമാറ്റ് ആയിരിക്കും ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ്. ഇവിടെ ആപ്ലിക്കേഷൻ എ, ആപ്ലിക്കേഷൻ ബി, ആപ്ലിക്കേഷൻ സി. ഈ ഒരു കോമൺ ഫോമാറ്റിലുള്ള ഡേറ്റാസ് ആയിരിക്കും എന്താണ് ഈ ഒരു ആപ്ലിക്കേഷൻസ് ആക്സസ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ് ആ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് ഒരു ഡേറ്റ ബ്രോക്കർ. അപ്പോൾ ഈ ഒരു ഡേറ്റ ബ്രോക്കർ യൂസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഇവിടെ ഓവറായിട്ടൊന്ന് കൺക്ലൂഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഡയറക്റ്റായിട്ടുള്ള ഡേറ്റ പേലോഡിൻ്റെ ട്രാൻസ്പോർട്ട് അവർ ലോ ഡേറ്റ റേറ്റ് നെറ്റ്വർക്ക്സിൽ എന്താണ് ആ ഒരു കേസിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു സ്ട്രക്ചേർഡ് നെറ്റ്വർക്ക് സ്റ്റാക്കിൻ്റെ ആവശ്യമില്ല. ഒരു സ്ട്രക്ചേർഡ് നെറ്റ്വർക്ക് സ്റ്റാക്ക് ഇല്ലാതെ ഒരു സ്ട്രക്ചേർഡ് ഫോമാറ്റ് ഇല്ലാതെ എന്താണ് ഒരു ഡയറക്റ്റായിട്ട് ഡേറ്റ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. ലോ നെറ്റ്വർക്ക് ഡേറ്റ നെറ്റ്വർക്ക്സിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ എന്താണ് വലിയ വലിയ കേസിൽ ആ ഒരു കോംപ്ലക്സിറ്റി കേസ് ചെയ്യുന്ന കേസിൽ ലാർജർ നെറ്റ്വർക്ക്സിൽ ഈ ഒരു ഡേറ്റ പേലോഡ് ഫോമാറ്റ്സ് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മൾ എന്താണ് ഡേറ്റ ബ്രോക്കർ അങ്ങനെയൊക്കെയുള്ള ഡിവൈസ് യൂസ് ചെയ്ത് ആ ഒരു പ്രോബ്ലത്തിന് സോൾവ് ചെയ്യും. ഈ പറഞ്ഞതെല്ലാം എന്താണ് ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾ നോട്ട് പ്രസൻറ്റ്. ഇവിടെ ഒരു ഡയറക്റ്റ് പ്രോട്ടോകോൾ പ്രസൻറ്റ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള കേസാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ പറയാം. ഓക്കെ, താങ്ക് യു.